നമസ്കാരം. ക്രൈം സ്റ്റോറിയുടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. വയനാട് പൂക്കോട് തടാകം സഞ്ചാരികളുടെ ഇഷ്ട വിനോദ സ്ഥലം. അവിടുത്തെ പെഡൽ ബോട്ടിലുള്ള സഞ്ചാരവും ചെറു ബോട്ടിലുള്ള തുഴഞ്ഞുള്ള സഞ്ചാരവുമാണ് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടത്. അവിടെ തുഴഞ്ഞുകൊണ്ടിരുന്ന രണ്ട് ചെറുപ്പക്കാർ പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഒരു ബാഗ് കിടക്കുന്ന കണ്ടു. അവർ ചവിട്ടി അവിടെ വന്നപ്പോൾ ഈ കരയുടെ ചേർന്ന് പുല്ലിൽ തൂങ്ങി കിടക്കുന്ന നിലയിലാണ് ഒരു ബാഗ് കാണുന്നത്. അവർ അതെടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്തൊരു ബൈബിള്, ഒരു കൊന്ത. പക്ഷെ അവർ അത്ഭുതപ്പെട്ടു പോയത് എന്തെന്ന് പറഞ്ഞാൽ ആ കൊന്തയിൽ ചോര പുരണ്ടിരിക്കുന്നു. അതിനറ്റത്തുള്ള വെള്ളിക്കുരിശ് മുഴുക്കെ ചോര. അവർ പെട്ടെന്ന് ഭയന്ന് പോയി, നിർത്തി. ബോട്ടൊക്കെ കരയിൽ എത്തിച്ചിട്ട് പോലീസുകാരെ അടുത്തെത്തി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ അടുത്ത് എന്ന വിവരം പറഞ്ഞു. ഇതാ ഇങ്ങനെ ഒരു ബാഗ് കിട്ടി. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അവർ കിട്ടിയ സ്ഥലം കാണിച്ചു കൊടുത്തു. അതിൽ നോക്കിയിട്ട് ഇവരെ രണ്ടുപേരുടെ പേരും അഡ്രസ്സും എഴുതി അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. ഉടനെ തന്നെ വൈത്തിരി സിഐക്ക് ഫോൺ ചെയ്തു വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. കേട്ടപാടെ രണ്ടു പോലീസുകാരെയും കയറ്റി നേരെ അവിടെ എത്തി. പൂക്കോട് തടാകക്കരയിലെത്തി. അവിടെ നിന്നപ്പം ആ പോലീസുകാരനെ ഏൽപ്പിച്ച ബാഗ് അവരുടെ മുമ്പിൽ വെച്ച് അയാളുടെ മുമ്പിൽ വെച്ച് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചു ബൈബിള്. പിന്നെ അടുത്ത് കണ്ടത് ഒരു കൊന്തയിൽ ചോര പുരണ്ടിരിക്കുന്നത് മാത്രമല്ലാതെ അതിൻ്റെ അറ്റത്തുള്ള ആ കുരിശ് രൂപം മുഴുക്ക രക്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അത് മാറ്റി വെച്ചു. ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായിട്ട് ബാഗ് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പോക്കറ്റിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തി. അതിൽ അഭയാരിഷ്ടം ഡോക്ടർ വേണു ഇനിഷ്യലായിട്ട് ഡേറ്റും വെച്ചിരിക്കുന്നു 25/4. ഏത് വർഷമെന്നോ ആർക്കെഴുതിയതെന്നോ ഒരു അതിനകത്തുള്ള രൂപവും കിട്ടിയില്ല. എന്തായാലും അവിടെ വെച്ച് തന്നെ അതെല്ലാം ബാഗിനകത്താക്കി. അല്ല, അതിനു മുമ്പ് ബൈബിളൊന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് അതിനകത്തുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇരിക്കുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ അത് 2 വർഷം മുമ്പ് മരിച്ചുപോയ വർഗീസ് സിഐയുടെ ഐഡൻറ്റിറ്റി കാർഡാണ്. ഇതെങ്ങനെ ഈ ബാഗിൽ വന്നു എന്നുള്ളതായിരുന്നു ചിന്ത മുഴുവൻ. എന്തായാലും ബാഗ് അവിടെ നിന്ന് ഏറ്റുവാങ്ങി അവിടുന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് നേരെ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാരോടൊക്കെ അന്വേഷിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഈ വർഗീസ് സാറിനെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ റൈറ്റർക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയാമായിരുന്നത്. അയാൾ വന്നിട്ട് 10 വർഷത്തിൽ കൂടുതലായി. അയാൾ പറഞ്ഞു, സാർ വർഗീസ് സാർ വന്നപ്പോഴേ രോഗാവസ്ഥയിലായിരുന്നു. കാരണം 2 വർഷം സർവീസിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് വന്നത്. അദ്ദേഹം തങ്കമണി കേസിൽ പെട്ട് പുറത്തായിരുന്നു, സർവീസിൽ നിന്ന് പുറത്തായിരുന്നു. തങ്കമണി കേസ് എല്ലാവർക്കും അറിയാമെന്നുള്ള പ്രമാദമായ ഒരു കേസാണ്. അതിൽ പ്രതിയായി പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മാനസികമായിട്ടൊരു വിഷമത്തിൽ അങ്ങനെ കഴിഞ്ഞിരുന്നിട്ട് വന്നതാണ്. അദ്ദേഹം വന്ന് ഒരു 6-7 മാസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിരപരാധിയാണ്. അതിനകത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്നു എന്നുള്ള തെറ്റ്. ഒരു 50 പേർ ചേർന്ന് നിർദ്ദേശമനുസരിച്ച് പ്രതികളെ പിടിക്കാനായിട്ട് റെയ്ഡിന് പോയി. പല ഭാഗങ്ങളായിട്ടാണ് റെയ്ഡിന് പോയത്. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് എന്തോ വേണ്ടാത്ര കാണിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ ആ സംഭവം പർവ്വതീകരിച്ച് പത്രങ്ങൾ അത് ആഘോഷമാക്കി കൊണ്ടാടി. അതിന് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതൊരു വലിയ പ്രതിരോധം തീർത്തു. അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ അടക്കമുള്ള എല്ലാവരും. അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ പുറത്തു നിൽക്കേണ്ടി വന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം അപമാനത്തിന് പാത്രമായി. വീട്ടിലൊതുങ്ങിക്കൂടുമ്പോൾ ജീവിത പങ്കാളി ചോദിച്ചു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ അന്യസ്ത്രീകളെ തേടിപ്പോയി? അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനായില്ല. കാരണം പുറത്തു നിന്നുള്ള എല്ലാവരുടെയും ചോദ്യം ഇത് തന്നെയായിരുന്നു.
1000 ചോദ്യങ്ങൾ ഇതേ ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വരുമ്പോൾ അതിന് പ്രതിരോധം തീർക്കാനുള്ള എൻ്റെ വാക്കിൻ്റെ പുണ്യതീർത്ഥം വ്യർത്ഥമായി പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. നിശബ്ദനായി. ആർക്കും മറുപടി നൽകിയില്ല. സത്യമറിയാത്ത ജീവിത പങ്കാളിയും ഉപേക്ഷിച്ചു പോയി. പിന്നെ ഒറ്റപ്പെട്ട ജീവിതം. എന്തായാലും വൈകാതെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ്. ആ ഉത്തരവ് വാങ്ങാനെത്തുമ്പോൾ മേലുദ്യോഗസ്ഥൻ്റെ ഒരു താക്കീത്. ഉത്തരവ് തരുന്നുണ്ട്, വൈത്തിരിയിൽ ചെന്ന് ജോയിൻ ചെയ്യണം, പക്ഷെ അവിടെ ചെന്നും ഈ വേണ്ടാത്തരൊന്നും കാണിക്കരുത്. അപ്പോഴും മറുപടി പറയാനുള്ള വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. സാർ, ഞാൻ നിരപരാധിയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ 2 പേർ ചെയ്ത തെറ്റ്. എന്നെ ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എനിക്കെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ 50 പേർ ചെന്ന് ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരാൾ കുറ്റം ചെയ്താലും 50 പേരും കുറ്റക്കാരാണെന്നുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. ജനങ്ങൾ അത്രത്തോളം പ്രക്ഷോഭത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. മേലുദ്യോഗസ്ഥന്മാർക്കും ആ നിലപാട് അത് എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർക്കും രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളാകേണ്ടി വന്നു. ഞങ്ങൾ 50 പേർ, നിരപരാധികളായ 48 പേർ കുടുങ്ങി. ഇതാണ് ഉണ്ടായത്. ഇത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ഉത്തരവും കൈപ്പറ്റി മടങ്ങി. അങ്ങനെ വൈത്തിരിയിൽ ജോയിൻ ചെയ്ത് അങ്ങനെയാണ്. ഇതാണ് വന്നതിൻ്റെ അന്ന് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം ഞങ്ങൾ തുറന്നു പറഞ്ഞു, പിന്നെ എനിക്കിനിയും പഴയ പോലെ ഒരു പോലീസ് ഓഫീസറാവാൻ കഴിയില്ല. വെറും കീ കൊടുക്കുമ്പോൾ മാത്രം സഞ്ചരിക്കുന്ന ഒരു പാവയായിരിക്കും. അതേ കഴിയൂ. ഞങ്ങൾ കേട്ടിരുന്നു. മറുപടി ഞങ്ങൾ ഒന്നും പറഞ്ഞുമില്ല. അദ്ദേഹം അന്ന് ക്വാർട്ടേഴ്സ് കറണ്ടിന് പണം അണയ്ക്കാത്തതുകൊണ്ട് ലൈറ്റ് ഇല്ലാതിരുന്നു. കൂടുതലും മെയിൻ്റനൻസും ഇല്ലാത്തതുകൊണ്ട് താമസയോഗ്യമല്ലായിരുന്നു. അദ്ദേഹം തന്നെ സ്വയം കണ്ടുപിടിച്ച ഒരു ചെറിയ ഒരു വീട്ടിൽ അദ്ദേഹം താമസിച്ചു. ജോലിക്ക് വന്ന് തുടങ്ങി. ജോലിക്ക് വരുമ്പോഴും അദ്ദേഹം തന്നെ പറയുമായിരുന്നു, നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാനൊരു മനസ്സനുവദിക്കുന്നില്ല പഴയ ഒരു പോലീസ് ഓഫീസറാവാൻ. കുറ്റബോധത്തിൻ്റെ പാണ്ഡവും പേറിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നീതിപാലകനാകാനാവുക? ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഡ്യൂട്ടിക്ക് സമയത്തിന് എത്താതായിരുന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പോയി വർഗീസ് സാറിൻ്റെ വീട്ടിൽ. അവിടെ ചെല്ലുമ്പോഴാണ് വീട്ടിനുള്ളിൽ കട്ടിലിൽ ചലനമിട്ട് കിടക്കുന്നു വർഗീസ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ദാസ് നിശബ്ദനായി പെട്ടത്. തുടർന്ന് മറ്റൊരു പോലീസുകാരനാണ് പറഞ്ഞത്, സാർ, ഇതൊക്കെ ആയിട്ടും ഒറ്റ മനുഷ്യരും വീട്ടിൽ നിന്നും അന്വേഷിച്ച് വന്നില്ല. ആരും. ഞങ്ങളാണ് മൃതശരീരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ കൊണ്ടെത്തിച്ചത്. അതിന് മറുപടി എന്നോണം പറഞ്ഞു. അങ്ങനെയാണ്. തിളങ്ങി നിൽക്കുമ്പോൾ 1000 പേരുണ്ടാവും കൂട്ടിന്. ഒന്ന് വീണു പോയാൽ, ഒന്ന് കാലിടറിയാൽ ആരും ഉണ്ടാവില്ല. അതാണ് ഈ പോലീസ് ജീവിതം. എന്തായാലും വർഗീസ് സാറിൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ നമുക്കൊരു മനസാക്ഷിക്ക് ഒരു കുത്തനുഭവം. അതുകൊണ്ട് അന്വേഷിച്ചേ തീരൂ. എന്താ വഴി? ഇതിൽ ഒന്നുകിൽ ഈ കാർഡ് സൂക്ഷിച്ചത് വർഗീസ് സാറിൻ്റെ ഭാര്യ, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവായിട്ട് ഹാജരാക്കാൻ സൂക്ഷിച്ച തങ്കമണിയിലെ ഏതെങ്കിലും ഒരു സ്ത്രീ. ഇപ്പം ഇതിന് സാധ്യത കൂടുതൽ വർഗീസ് സാറിൻ്റെ ഭാര്യ സൂക്ഷിച്ചതായിരിക്കാനാണ് വഴി. അത് കണ്ടെത്തണം വർഗീസ്. അതിനും റൈറ്റർ തന്നെയാണ് പറഞ്ഞത്, സാർ, വർഗീസ് സാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നത് ഒരു അപ്പച്ചൻ എന്നാണ്. അയാൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അപ്പച്ചനെ വിളിപ്പിക്കാം സാർ. അപ്പച്ചൻ വന്നു.
സാർ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുമായിരുന്നു. ഞാനൊരു എക്സ് സർവീസുകാരനാണ്. അപ്പച്ചൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു വിവരം അറിയാനാണ്. വർഗീസ് സാറിൻ്റെ ഭാര്യ ഇപ്പം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയാനാണ്. സാർ എന്നോട് വർഗീസ് സാറിൻ്റെ വർഗീസ് സാർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്റ്റീന അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി. നാട് മുഴുവൻ പരാതികൾ കേൾക്കാൻ വയ്യാതെ, വാക്കുകൾ കേൾച്ചു നിൽക്കാനും വയ്യാതെയാണ് അവർ ഉപേക്ഷിച്ച് പോയത്. അവരെ ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ എത്തിച്ചത് വേണു എന്ന് പറഞ്ഞൊരു ആയുർവേദ ഡോക്ടറാണ്. അയാളെ കണ്ടെത്തിയാൽ ഈ ഇപ്പം ക്രിസ്റ്റ്യൻ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ ആയുർവേദ ഡോക്ടർ വേണുവിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് സാർ? അത് ഈ വേണുവിന് ഈ ആ ടൗൺ ഹാളിന് സമീപം ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ആയുർവേദ ക്ലിനിക്ക്. നല്ല രീതിയിൽ നടക്കുന്നതായിരുന്നു. ആ ക്ലിനിക്കിൽ ഒരു ദിവസം ഈ ക്രിസ്റ്റീന എത്തി. അപ്പം അങ്ങനെ അയാൾ ഈ ഒരു സ്വാമിയുടെ അരവിന്ദ് സ്വാമിയുടെ ആശ്രമത്തിൽ ഒരു അന്തേവാസിയും കൂടെ ആയിരുന്നു. അപ്പോൾ അയാളാണ് ഇവരെ ഇവിടെ കൊണ്ടെത്തിച്ചത്, അവിടെ സ്വാമിയുടെ ആശ്രമത്തിൽ കൊണ്ടെത്തിച്ചത്. ശരി, എന്തായാലും അവിടെ ചെന്ന് അന്വേഷിക്കാതിനാണ്. കോഴിക്കോടെത്തി മാനാഞ്ചിറ മൈതാനത്തിന് സമീപമുള്ള ഒരു ഇരുനില വീട് കണ്ടെത്തി. അതിനുള്ളിൽ വേണു ഉണ്ടെന്ന് മനസ്സിലായി. കാണിച്ചു തരാമെന്ന ഒരു ചെറുപ്പക്കാരാണ് പറഞ്ഞത്, സാർ ഇത് മുമ്പ് ഒരു ആയുർവേദ ക്ലിനിക്കായിരുന്നു. അപ്പോൾ അന്ന് നല്ല വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അതങ്ങ് ഒരു പ്രവർത്തനമില്ലാതെയായി. പിന്നെ അത് വായാണ് സാർ ഇടയ്ക്കിടയ്ക്ക് വരികയുള്ളൂ, വന്നിട്ട് പോകാറുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് അതപ്പതിച്ച് കിടക്കുകയാണ്. ഇപ്പം അതിനകത്തുള്ളിൽ ഉണ്ടാവും മിക്കവാറും. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. രാവിലെ അയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ വാതിൽ തട്ടി വിളിച്ചു. വാതിൽ തട്ടി വിളിച്ച ഉടനെ ചാടി എണീറ്റു. വേണമെന്ന് വിളിച്ചപ്പോഴേ എന്നെ ചാടി എണീറ്റു, വാതിൽ തുറന്നു. ഞങ്ങളെ കണ്ടപ്പോഴേ അയാൾ ഒന്ന് ഭയന്നു. പറഞ്ഞു, ഞങ്ങൾ വയനാട് വൈത്തിരി എന്ന് വരുന്ന പോലീസാണ്, ഞങ്ങൾക്കറിയേണ്ടത് ക്രിസ്റ്റീന എവിടെ ഉണ്ട് എന്നാണ്. സാർ, ക്രിസ്റ്റീനയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് കുറേ നാളെ, എനിക്കൊന്നും അറിയില്ല. വേണു, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. താനിനി കള്ളം പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ ചുരമിറങ്ങി താനിങ്ങനെ കോഴിക്കോട് വരില്ല, അതിനിട വരുത്തരുത്. മര്യാദയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ. സാർ, എനിക്ക് അല്പം സാവകാശം തരണം. അതിനെന്താ, സാവകാശം എടുത്തോളൂ, ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്നത് സത്യമായിരിക്കണം. അല്പസമയം കഴിഞ്ഞ് വേണു പറഞ്ഞു തുടങ്ങി, സാർ, ഞാൻ ഈ ക്ലിനിക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഗോവിന്ദൻ എന്ന് പറയുന്ന സ്വാമിയുടെ ആശ്രിതർ 1-2 പേര് വന്ന് എന്നെ പ്രലോഭിപ്പിച്ച് അയാളുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവിടുത്തെ നടക്കുന്ന ആ വേണ്ടാത്തരങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു അറിവ് ലഭിച്ചത്. പക്ഷെ ഞാനതിന് പിന്നോട്ട് വലിയാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആയിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റീന വരുന്നത്. ക്രിസ്റ്റീനയ്ക്ക് ആദ്യം വന്നിട്ട് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും അതിന് ഞാനൊരു മരുന്ന് കുറിച്ച് കൊടുത്തു, അഭയാരിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കൊണ്ടുവച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വയറ്റിന് ശാരീരിക അസുഖമൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ മാനസികമായിട്ടുള്ള വിഷമം അതെനിക്ക് താങ്ങാനാവുന്നില്ല. ഈ ക്രിസ്റ്റീനയുടെ വിഷമം കേട്ടുകൊണ്ടാണ് ഞാൻ അവരെ ഈ ഗോവിന്ദൻ്റെ ആശ്രമത്തിലെത്തിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്രിസ്റ്റീന എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ സ്ഥിരം അന്തേവാസിയായി. അത് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാനതിന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ക്രിസ്റ്റീന എൻ്റെ വാക്ക് കേട്ടില്ല.
ഈ സാമി എന്ന് പറഞ്ഞാൽ ആളുകളെ കളിപ്പിക്കുക, അതിലൂടെ മുതലെടുക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ആയിരുന്നു അയാളുടെ ജോലി. അത് അയാൾ മാത്രമല്ല, അയാളുടെ ശിഷ്യന്മാർ. അയാളിങ്ങനെ മുകളിലത്തെ നിലയിൽ ധ്യാനത്തിലിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കടലാസിൽ എഴുതിയാണ് മറുപടി താഴോട്ട് നൽകുക. അതിന് അതിലെ ആളുകൾ, ശിഷ്യന്മാർ വിവരണം നൽകും. ഇതിന് നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഉപവാസം അനുസരിക്കണം. ഉപവാസത്തിൽ കിട്ടുന്ന ലാഭം, ആഹാരത്തിൻ്റെ ലാഭം സ്വാമിക്ക് സമർപ്പിക്കണം. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും, കുടുംബത്തിന് ദോഷങ്ങളുണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഒപ്പം ഈ ശിഷ്യന്മാർ തന്നെ എവിടെന്നെങ്കിലും കുറേ നിശാശലഭങ്ങളെ പിടിച്ചുകൊണ്ടിരും, ടിന്നിലാക്കിക്കൊണ്ട് ഏതെങ്കിലും വീട്ടിനുള്ളിലിടും. അതിനകത്ത് ചിറകടിച്ച് പറന്ന് നടക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ ആളുകളുടെ മൂക്കിലൊക്കെ പറ്റി ശ്വാസം മുട്ടലും ചൊറിച്ചിലൊക്കെ ഉണ്ട്. ഉടനെ ഇത് സ്വാമിയുടെ ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അയാളെ കാണാൻ പോകും. അതിനെ പ്രതിവിധി ചെയ്യുകയും കയ്യിലിരുന്ന പൈസ എത്രയും അവിടെ കൊടുക്കുകയും ചെയ്യും. ഇതാണ് അവിടെ നടന്നു വരുന്നത്. ഇതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കാൻ ശ്രമിച്ചത്. പക്ഷെ ക്രിസ്റ്റീന എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളോടൊപ്പം ചേർന്നെന്ന് മാത്രമല്ല, എനിക്ക് മറ്റൊരു ദുരനുഭവം ഉണ്ടായി. എൻ്റെ വീട്ടുകാരെയും ഞാൻ പരിചയപ്പെടുത്തിയത് ദോഷമായി. അവരെല്ലാം സ്വാമിയുടെ ആശ്രമത്തിലെ സ്ഥിരം അന്തേവാസികളായി. എൻ്റെ ഒരു വിവാഹപ്രായത്തിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളെ ആശ്രമത്തിൻ്റെ പ്രഥമ സ്ഥാനമൊക്കെ നൽകി അയാൾ അവളെയും വീഴ്ത്തി, അവരടക്കമാണ്. അപ്പോൾ ക്രിസ്റ്റീനയുടെ ഈ പൂർത്തിയെ എതിർത്ത് ഞാൻ അയാളുടെ ശത്രുപക്ഷത്തായി. ഞാൻ അയക്കെതിരെ പൊരുത്. ഞാൻ രണ്ടുപേരിൽ ആരെങ്കിലും ജയിക്കുമെന്നുള്ള ആ മത്സരത്തിനിടയിൽ ഞാൻ പരാജയപ്പെട്ടു. കാരണം എൻ്റെ വീട്ടുകാരൊന്നടങ്കം, ക്രിസ്റ്റീന അടക്കമുള്ളവർ അയാളുടെ പക്ഷം ചേർന്നു. ആ വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് ക്രിസ്റ്റീന ഒരു ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്നപാടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ അയാളുടെ ഇല്ലാത്ത ആ കൃത്രിമങ്ങളും ആളുകളെ കബളിപ്പിക്കാൻ നടത്തുന്ന പ്രവൃത്തികളും എല്ലാം കണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ക്രിസ്റ്റീന ചെയ്തത് ബാഗ് തുറന്ന് ഒരു ബൈബിളും ഒരു കൊന്തയും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇത് ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും ജപമാലയിലൂടെയുള്ള ജപം ചെയ്യലും ഒന്നും എനിക്കൊരു സമാധാനം നൽകിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതിലും എത്രയോ ഉപരിയാണ്. ഈ ക്രിസ്റ്റീനയുടെ ഈ വാക്കുകൾ എനിക്ക് ഒരു വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കി. ഇതനുവദിച്ചുകൂടാ, ഇത് അവസാനിപ്പിക്കണം. ഉറച്ച തീരുമാനമായിട്ടും അത് അവസാനിപ്പിക്കണം. അത് ഉടനെ തന്നെ ആ ചലനം ഞാൻ നിലപ്പിച്ചു. ആഴത്തിലുള്ള മുറിവേറ്റ ക്രിസ്റ്റീന പെട്ടെന്ന് മേശമേലിൽ വീഴുന്ന കൊന്ത കയ്യിലെടുത്തു, മുട്ടുകുത്തി നിലവിളിച്ചു, ഈശോയെ എന്നെ രക്ഷിക്കണം. 2-3 നിമിഷം അങ്ങനെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൾക്ക്. മേശയിൽ കമന്ന് വീണു. അവളുടെ കയ്യിലിരുന്ന കൊന്തയും ആ ചോരയിൽ കുളിച്ച കൊന്തയും മേശമേൽ. രാത്രിയായി. ചോര പുരണ്ട ഈ മൃതശരീരം ഒരു ചാക്കിനുള്ളിലാക്കി. തൊട്ടടുത്ത് തന്നെയായിരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോം. ഞാൻ വലിച്ചഴച്ച് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് കൊണ്ടുപോയി. റെയിൽവേ പാളം. അതിനരികിൽ നിൽക്കുമ്പോഴാണ് സിഗ്നലിന് വേണ്ടി കാത്തു കിടന്ന ഒരു ഗുഡ്സ് ട്രെയിൻ, അതിലെ ഒരു ബോഗിയുടെ ഒരു വാതിൽ തുറന്നു കിടന്നു. ഞാനിത് ചാക്ക് കെട്ടെടുത്ത് ബോഗിയിലോട്ടിട്ടു. പച്ചലൈറ്റ് കത്തിയ ഉടനെ ഈ ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അകന്നകന്ന് പോകുന്ന ട്രെയിനിൻ്റെ അവസാനത്തെ ബോഗിയുടെ ചുവന്ന വെളിച്ചത്തിൽ എൻ്റെ കയ്യിലെ ചോര പുറം ലോകം കാണാതിരിക്കാനായി ഞാൻ ഇരുളിലേക്ക് മറന്നു. ഇതാണ് ഉണ്ടായത്. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. വേണു, ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു സംശയം. ഈ കൊന്തയും ഈ ബൈബിളും എങ്ങനെ പൂക്കോട് തടാകത്തിലെത്തി? സാർ അത് പറയാം.
ഈ ട്രെയിനിൽ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി തിരികെ എത്തുമ്പോഴാണ് അവിടെ ആകെ ചോരയുടെ ഗന്ധം. ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് മനസ്സിൽ തോന്നിയാണ്. ഉടനെ തന്നെ ഞാൻ ആ മേശമേലിരുന്ന ബൈബിളും കൊന്തയും എടുത്ത് ബാഗിനുള്ളിലാക്കി ഒരു പേപ്പർ കടലാസിൽ പോയി ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഉദ്ദേശമല്ലേ നേരെ വയനാട് റെയിൽവേ ബസ് സ്റ്റാൻഡിൽ ചെന്ന് വയനാട്ടിലേക്ക് വണ്ടി കയറി. പല സ്ഥലത്തും കറങ്ങി നടന്നതിന് ശേഷം പൂക്കോട് തടാകത്തിലെത്തി. ആ തടാകത്തിൽ ആരും കാണാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. വേണു പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റൊക്കെ എല്ലാം റെഡിയാക്കി ഒരു റിപ്പോർട്ട് സഹിതം ടൗൺ പോലീസ് സ്റ്റേഷനിലെ CI ചെന്ന് കണ്ടു. CIയുടെ അടുത്ത് ഈ റിപ്പോർട്ടും ഇയാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് കൊടുത്ത ശേഷം ഈ വേണുവിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടൗൺ SI ഒരു കുറിപ്പുമായിട്ട് വരുന്നത്. അതൊരു കാസർഗോഡ് ഉദുമ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു ക്രൈം കാർഡായിരുന്നു. ട്രെയിനിൽ നിന്ന് ബോഗിയിൽ നിന്നും 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. അതിൻ്റെ വിവരണങ്ങളും കണ്ട് ആ ഡെഡ് ബോഡിയുടെ മുഖത്തിൻ്റെ ചിത്രവും കൂടെ പതിപ്പിച്ച ആ ക്രൈം കാർഡ് കണ്ടപ്പോൾ വേണു ഉടനെ വിളിച്ചു പറഞ്ഞു, സാർ ഇത് അതേ മൃതശരീരം ഞാൻ വണ്ടിയിൽ ഉപേക്ഷിച്ചൊക്കെ അതേ മൃതശരീരമാണ്. സിക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, സാർ മതി. സാറ് പറയുമ്പോഴും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഡെഡ് ബോഡി ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത് വർഗീസ് സാറിൻ്റെ എനിക്ക് ഭാര്യയുടെ ഈ ഡെഡ് ബോഡിയിലെ നടപടികൾ നമ്മൾ എടുക്കും. അദ്ദേഹം എൻ്റെ ട്രെയിനിങ് ഓഫീസറായിരുന്നു വടകര വെച്ച്. എനിക്ക് അദ്ദേഹത്തെ നല്ലോണം അറിയായിരുന്നു. ഞാൻ വേണ്ടത് ചെയ്യും സാർ. അദ്ദേഹം ഉറപ്പ് നൽകി. അവിടുന്ന് മടങ്ങിപ്പോരുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. മനുഷ്യർ നേടിയതൊന്നും അവന് കൂട്ടായി വരില്ല, പക്ഷെ അവൻ നെഞ്ചിൽ നേടിയത് എന്നും അവന് കൂട്ടായി വരും. അവൻ മറന്നു പോയാലും അവൻ നെഞ്ചിൽ നേടിയ വെളിച്ചം പിന്നെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ടുതന്നെയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങൾ ഇറങ്ങിയ വഴി എല്ലാം വഴികാട്ടിയായി വർഗീസ് സാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.